ഇന്ന് പ്രതിപക്ഷ നേതാവ് ഇന്നലെ പ്രഖ്യാപിച്ച് ഇന്ന് ഒരു രേഖ പുറത്തുവിട്ടിട്ടുണ്ട്. അദ്ദേഹം ഇന്നലെ തന്നെ പറഞ്ഞതായിട്ട് അറിഞ്ഞു, ഈ എഥനോൾ നിർമ്മാണശാല അനുവദിക്കാനുള്ള തീരുമാനം കൂടിയാലോചനയില്ലാതെയാണ്, അതിൻ്റെ തെളിവ് നാളെ പുറത്തുവിടും എന്ന് ഇന്നലെ പ്രഖ്യാപിച്ചതായിട്ട് കണ്ടു. പിന്നെ ക്യാബിനറ്റ് രേഖ വലിയ തെളിവായിട്ട് അദ്ദേഹം പുറത്തുവിട്ടു. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളൊരു അഭ്യർത്ഥനയാണ്, നിങ്ങളെല്ലാവരുടെയും കയ്യിൽ ഫോണുണ്ട്, നെറ്റും ഉണ്ട്. അപ്പോൾ document.kerala.gov.in എന്ന വെബ്സൈറ്റ് ഒന്നിപ്പോൾ തുറക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. document.kerala.gov.in ഫ്രം ഡേറ്റ് ടു ഡേറ്റ് രണ്ടും ജനുവരി 16, 2025 എന്ന് കൊടുക്കുക. ജനുവരി 16, 2025. ഡോക്യുമെന്റ് ടൈപ്പ് കാണും, അതിൽ മന്ത്രിസഭാ തീരുമാനങ്ങൾ എന്ന് സെലക്ട് ചെയ്യുക. മന്ത്രിസഭാ തീരുമാനങ്ങൾ സെലക്ട് ചെയ്യുക, സെർച്ച് ചെയ്യുക. അപ്പോൾ ഒയാസിസ് കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡിന് നൽകിയ മന്ത്രിസഭാ അനുമതിയുടെ സർക്കാർ ഉത്തരവ് ലഭിക്കും. അത് ഡൗൺലോഡ് ചെയ്താൽ 3-ാമത്തെ പേജ് മുതൽ മന്ത്രിസഭാ യോഗത്തിൻ്റെ നടപടിക്കുറിപ്പുകൾ, ക്യാബിനറ്റ് നോട്ട് കാണാൻ പറ്റും. അതായത് അദ്ദേഹം ഇന്നലെ പ്രഖ്യാപിച്ച് ഇന്ന് പുറത്തുവിട്ട രേഖ 16-ാം തീയതി ഈ ഉത്തരവ് ഇറങ്ങിയപ്പോൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ ഇന്ന് 29, 13 ദിവസമായിട്ട് വെബ്സൈറ്റിൽ കിടക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ സെർച്ച് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എല്ലാം കിട്ടിക്കാണും. ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാം നേരത്തെ ഇത് കണ്ടു കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ലഭിക്കുമെന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും. എന്നിട്ടും അത് വലിയ വാർത്തയായിരുന്നു, അദ്ദേഹം എന്തോ ഒരു തെളിവ് പുറത്തുവിട്ടതായിട്ട്. ഇതാണ് രഹസ്യരേഖ എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് അവതരിപ്പിച്ചത്. ഇത് LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നയുടൻ 2016 ജൂലൈ 20 അന്നത്തെ ചീഫ് സെക്രട്ടറി SM വിജയാനന്ദ് മന്ത്രിസഭാ യോഗത്തിന്റെ നടപടിക്രമവും കുറിപ്പും ഉൾപ്പെടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളതാണ്. അത് പ്രകാരം ഇതെല്ലാം ലഭ്യമാണ്. അപ്പോൾ സർക്കാർ കഴിഞ്ഞ 8 വർഷമായിട്ട് 9 വർഷമായിട്ട് ഈ നടപടിക്കുറിപ്പുകൾ ലഭ്യമാക്കുന്നു. ആ നടപടിക്കുറിപ്പാണ് അദ്ദേഹം വലിയ തെളിവായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ ആദ്യം തന്നെ അത് പറയട്ടെ. ഇനി അത് വ്യക്താക്കുന്നത് എന്താ? അദ്ദേഹത്തിന്റെ തന്നെ ഇതുവരെയുള്ള എല്ലാ ആരോപണങ്ങളെയും പരാജയപ്പെടുത്താണ്. അതീവ രഹസ്യം, സർക്കാരിന് ദുരൂഹതയുണ്ട്, മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു. ക്യാബിനറ്റ് നോട്ട് അതുപോലെ ലഭ്യമാവുകയല്ലേ? ഇത്ര സുതാര്യമായിട്ട് ഏത് ഗവൺമെന്റാണ് ഏത് കാലത്താണ് ചെയ്തിട്ടുള്ളത്? ഇനി പഴയ ആരോപണം അദ്ദേഹം ആവർത്തിക്കുന്നു. അദ്ദേഹം മുൻ പ്രതിപക്ഷ നേതാവും. ആരാണ് കൂടുതൽ തവണ ആരോപിക്കുന്നത് എന്നത് ഞാൻ എണ്ണിയിട്ടില്ല. രണ്ടുപേരും മത്സരിച്ചാണല്ലോ, അതുകൊണ്ട് രണ്ടുപേരും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒറ്റ കമ്പനി മാത്രം അറിഞ്ഞു നയം മാറിയത്, വേറെ ആരും അറിഞ്ഞില്ല. ഇങ്ങനെ കൂസലില്ലാതെ കള്ളം പറയാമോ? അതൊരിക്കൽ പൊളിഞ്ഞാലെങ്കിലും ഒരല്പം ജാള്യം ഉണ്ടാവണ്ടേ? 2022-23 മദ്യനയം, ആ മദ്യനയത്തിന്റെ ആമുഖത്തിൽ എന്താ പറഞ്ഞത്? ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ബിയറും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. ഞാൻ കോട്ടിയാണ്. മാത്രമല്ല, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം നിർമ്മിക്കുന്നതിനാവശ്യമായ അസംസ്കൃത വസ്തുവായ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ പൂർണ്ണമായി സംസ്ഥാനത്തേക്ക് ഇറക്കുമതി ചെയ്യുകയാണ്. കേരളത്തിൽ നിർമ്മിക്കുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൽ നല്ലൊരു പങ്കും സംസ്ഥാനത്തിന് പുറത്തുള്ള മദ്യ ഉൽപാദന കമ്പനികൾ കേരളത്തിലെ ഡിസ്റ്റിലറികളിലൂടെ ടൈഅപ്പ് വഴി നിർമ്മിക്കുന്നതാണ്. ഇതുമൂലം സംസ്ഥാനത്തിനുണ്ടാകേണ്ട വരുമാനവും തൊഴിലവസരങ്ങളും നഷ്ടപ്പെടുകയാണ്. കേരളത്തിന് ആവശ്യമായ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമോ ബിയറോ ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല.
അതിനുള്ള പരിഹാരം കേരളത്തിൽ നിലവിലുള്ള സ്ഥാപനങ്ങളിൽ ഉൽപാദനം വർദ്ധിപ്പിക്കുക, പുതിയ യൂണിറ്റുകൾ ആരംഭിക്കുക എന്നിവയാണ്. അതുവഴി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും.